നമുക്ക് ടാസ്ക് മന്ത്രയിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണുന്ന ഒരു ഇൻ്റർഫേസാണിത്. ഇതൊരു അഡ്വൈസറി ടു ടാസ്ക് ഫോഴ്സ് മെമ്പേഴ്സിന് എന്ന് പറഞ്ഞുള്ളൊരു നോട്ടാണ് തന്നേക്കുന്നത്. അതിനെ നമ്മളൊന്ന് വായിച്ചിട്ട് ഓക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോവും. ടാസ്ക് മന്ത്രയിൽ ഒരു അപ്ഡേഷനായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ് മൈ സപ്പോർട്ടിനകത്തിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് എൻ്റെ പുതിയ അപ്ഡേഷനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു അൾട്ടർ മൈ ഡീറ്റെയിൽസും പിന്നെ വന്നേക്കുന്നത് കോൺടാക്റ്റസ് രണ്ടായിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ എന്താണ് അൾട്ടർ മൈ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടാസ്ക് മന്ത്രയിൽ നമുക്ക് KYCയും വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ആവാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് KYCയും ബാങ്ക് ഡീറ്റെയിൽസൊക്കെ അപ്രൂവ്ഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണിക്കും, അപ്രൂവ്ഡ് സ്റ്റാറ്റസിന് കാണിക്കും. അതല്ല അപ്രൂവ്ഡ് അല്ലെങ്കിൽ നമുക്കത് പോയിട്ട് നമുക്കവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് മെയിലിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെയും KYCയുടെ ഫോമിൽ നമുക്കത് എഴുതി കാണിക്കും. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഥവാ അത് അപ്രൂവ് ആയിട്ടുണ്ട്, ബട്ട് എനിക്ക് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്പെല്ലിംഗ് കറക്ഷൻ ഇൻ മൈ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞുള്ളത് നമുക്ക് സ്പെല്ലിംഗ് ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ ഫസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ നമുക്കത് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്പെല്ലിംഗ് കറക്ഷൻ ഇൻ മൈ ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിമിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് ഫ്രീസായി പോവോ അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ മൊബൈൽ നമ്പറിൻ്റെ ആണ് ഓപ്പൺ ആക്കിയത്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് മൊബൈൽ നമ്പർ, പഴയ മൊബൈൽ നമ്പർ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പുതിയ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ അത് വർക്കിംഗ് ആണോ എന്നുള്ളതും കൂടെ നോക്കുക. ചിലപ്പോൾ നമ്മുടെ SMS ഒക്കെ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് SMS ഒക്കെ ഒന്നും വരില്ല. നമുക്ക് അന്നേരം നമ്മുടെ OTP ഒരെണ്ണം സെൻഡ് ചെയ്യാനുണ്ട് അവിടെ. അപ്പോൾ ടാസ്ക് മന്ത്ര അവിടെ നിന്ന് ഒരു OTP സെൻഡ് ചെയ്യും. നമുക്ക് ഇമെയിലിൽ വേണോ അതോ നമുക്ക് മൊബൈൽ നമ്പറിൽ വേണോ എന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഏതിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുത്തിട്ട് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് OTP ഒരെണ്ണം വരും. അത് OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ OTPയുടെ സ്ഥലത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് അവിടെ തന്നെ നമുക്ക് പുതിയൊരു അപ്ഡേഷനും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് കോൺടാക്റ്റ് അസിനകത്ത് പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്കിവിടെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടാസ്ക് മന്ത്രയുടെ എന്താണോ ഇമെയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, ടാസ്ക് മന്ത്രയിൽ നമ്മൾ വന്നപ്പം ഏത് ഇമെയിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറിയിരിക്കുന്നത് ആ രജിസ്റ്റർ ചെയ്ത് കയറിയിരിക്കുന്ന ഇമെയിൽ ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ യൂസർ ID നമ്മുടെ നമുക്ക് ടാസ്ക് മന്ത്രയിൽ വന്നു കഴിയുമ്പോൾ ഒരു യൂസർ ID ഉണ്ട് അല്ലേ. അപ്പോൾ ആ യൂസർ ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിപ്പോർട്ട് ഇഷ്യൂ, ഏത് ഇഷ്യൂ ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ടാസ്കിനെ കുറിച്ചാണോ, ഡാഷ്ബോർഡിനെ കുറിച്ചാണോ, KYC വെരിഫിക്കേഷൻ ആണോ, ബഗ് റിപ്പോർട്ടിംഗ് ആണോ, പേയ്മെൻറ്റ്സും ബാങ്കിൻ്റെയും ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ, റീഫണ്ട് ആണോ, അതറാണോ, ഇതിലൊന്നും ഉൾപ്പെടാത്തയാണെങ്കിൽ നമ്മൾ അതേഴ്സിൽ കൊടുക്കാം. അതെന്താണല്ലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്കിപ്പോൾ ബഗ് ഇഷ്യൂ ആണെങ്കിൽ എന്ത് ബഗ്ഗാണ് നിങ്ങളവിടെ കണ്ടത്, അത് നമുക്കിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് അറ്റാച്ച്മെൻറ്റിനകത്തിൽ നമുക്ക് എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു പ്രൂഫായിട്ട് എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്തിട്ട് എന്താണ് നമുക്ക് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അത് നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ ടെക് ടീം അവിടുന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്താണുള്ള ഇഷ്യൂ നമുക്കത് നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് മന്ത്രയിൽ ഇപ്പോൾ നമ്മൾ ബീറ്റാ വേർഷനിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ബാങ്ക് ഡീറ്റെയിൽസും KYCയിൽ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനകത്തിൽ ഡാഷ്ബോർഡിനകത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടു, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കായിട്ട് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.